ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ ഉണർന്ന ഉടനെ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് കുറവ് വരികയില്ല, മരണം വരെയും സാമ്പത്തികം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാമെന്നുള്ളതാണ്. നിസ്സാര കാര്യമല്ല, വലിയ കാര്യം, പക്ഷെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ സമയമായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് ഞായറാഴ്ച രാഹുകാല സമയത്താണ്. അപ്പം ഇത് ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെയും സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, എന്ത് കാര്യം സാധിച്ചെടുക്കാം. ലളിതമായ ഒരു കാര്യമാണ്, എന്നാൽ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യവുമാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ ഈ വീഡിയോ പറയുന്ന പോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇന്ന് ഏതാ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ചിലപ്പോൾ പെട്ടെന്ന് ഫലവും കിട്ടാം. അത് നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും പോലെ ഇരിക്കും. പിന്നെ നമ്മൾ നമ്മളൂടെ പ്രയത്നിക്കണം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇതൊക്കെയാണ് കൃത്യം ജീവിതത്തിൽ എന്തൊക്കെ വേണോ അങ്ങനെയുള്ള ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലെ ഈ രഹസ്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണർന്ന ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. ഈ രഹസ്യം അറിയാവുന്നവരെ, ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ഇത് കിട്ടാത്തൊരു കാര്യമാണ്. ഞാനിത് പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട്. വളരെ സമ്പന്നരായവരുണ്ട്, എന്ത് ആഗ്രഹങ്ങളും നേടിയെടുത്തവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ മുഴുവൻ കേൾക്കണം, അത് നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റും. ഒരു അപാരമായ രഹസ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അറ്റവും മുറിയും കേട്ടിട്ട് ഒന്നും ചെയ്യരുത്, മുഴുവൻ കേൾക്കുക. അത് നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങളുടെ ജീവിതം തന്നെ ഈ നിമിഷം മുതൽ മാറാൻ പോവുകയാണ്. സത്യമായ കാര്യമാണ്, ലളിതമായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പം അതിനു മുമ്പ് എല്ലാവരെയും അജീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, നിങ്ങൾ രാവിലെ ഉണർന്ന് ഉടനെ നിങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടൻ കുളിച്ചീറനോട് ശ്രദ്ധിച്ചു കേട്ടണം. കുളിച്ചീറനോട്, അപ്പം ഇറനോട് എന്ന് പറഞ്ഞാൽ ഇറനോടെ വസ്ത്രം ഉടുത്ത്, ഏതെങ്കിലും ഒരു വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിച്ചീറനോട് നിങ്ങൾ കുളിമുറി എന്നുകൊണ്ട് ഞാനീ പറയുന്ന ഒരു ദേവിയെ നിങ്ങൾ മനസ്സിൽ കാണുക. മനസ്സിൽ സ്മരിച്ച്, എനിക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് ഐശ്വര്യം നൽകണേ, ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും നൽകണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ അതോടെ പറയാം. അമ്മയ്ക്ക് നന്ദി, അമ്മയോട് സഹായം എപ്പോഴും ഉണ്ടാകണേ എന്ന് അമ്മയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് നന്ദി പറയുക. അമ്മയ്ക്ക് കോടി കോടി നന്ദി, മഹത്വം എല്ലാം അമ്മ തന്നെയാണ്, അമ്മയാണെല്ലാം എന്ന് മനസ്സിൽ പറയണം. അവസാനം ഇത് അനുഭവം ഉണ്ടായ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെയ്ത ഗുണം ഉണ്ടായതുകൊണ്ടാണ് ഈ രീതി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനൊരു ദേവിയെ കാണിച്ചു തരാം. ആ ദേവിയുടെ ഫോട്ടോ കാണിച്ചു തരാം. ആ ദേവിയെക്കുറിച്ചും പറഞ്ഞുതരാം. ആ ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ ഫോട്ടോ കാണിച്ചു തരുന്നത്. അമ്മയുടെ പേര് വിളിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മേ, എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് എല്ലാ കാര്യങ്ങളും വിജയം നൽകണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, അമ്മയ്ക്ക് എല്ലാത്തിനും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ, ഒരു വിസയുടെ കാര്യം, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു സ്വർണം കാണാതെ പോയി, അല്ലെങ്കിൽ ഒരു കേസുണ്ട്, അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം, വിൽക്കണം, ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം. അമ്മയെ ഒന്ന് മനസ്സുകൊണ്ട് ഒരു പ്രത്യേക കാര്യമുണ്ട്, അതുകൂടെ പറയുക കേട്ടോ. എല്ലാം അമ്മയ്ക്ക് കോടി കോടി നന്ദി, മഹത്വം എല്ലാ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, അമ്മ തന്നെയാണ് എല്ലാം എന്ന് സത്യസന്ധമായിട്ട് മനസ്സിൽ ഹൃദയത്തോട് പ്രാർത്ഥിക്കുക. നിത്യേന ചെയ്യുക. എന്തും സാധിച്ചെടുക്കാമെന്നുള്ളതാണ്. ഞാൻ അമ്മയെ കാണിച്ചു തരാം. മൊത്തം കണ്ടിട്ടേ ചെയ്യാവുള്ളേ,
വീഡിയോ മൊത്തം അറ്റമൂലം കണ്ടിട്ട് ചെയ്യരുത്. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ആ പ്രയോജനം കിട്ടുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് മുഴുവൻ കണ്ടിട്ട് ചെയ്യാവുള്ളൂ. അറ്റമൂലം കേട്ടിട്ട് ചെയ്യരുത്. വീണ്ടും ആവർത്തിക്കുന്നു. ഇതാണ് അമ്മയുടെ ഫോട്ടോ. ഇതാണ് അമ്മയുടെ ഫോട്ടോ. ശരിക്ക് കണ്ടോണം. പായിപ്പാട് പുത്തൻകാവിലമ്മ. പായിപ്പാട് പുത്തൻകാവിലമ്മയാണ്. ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് ഇത് ഈ എൻ്റെ വീഡിയോയിലൂടെ കാണാം. അതിപ്പം ഇംഗ്ലണ്ടിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം, അമേരിക്കയിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം, കാനഡ ഇരുന്നാണെങ്കിലും കൊള്ളാം, ഫ്രാൻസിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം, മെക്സിക്കോയിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം, സ്വിറ്റ്സർലൻഡിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരുന്നാണെങ്കിലും കൊള്ളാം. കാരണം ഇത് പറയാൻ കാര്യം, ഇവിടെ എല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന മലയാളീസ് ഉണ്ടാവുണ്ടാവാതെ എല്ലാവരും കാണട്ടമ്മേ. ഇത് പായിപ്പാട് പുത്തൻകാവിലമ്മയാണ്. ഒരുപാട് പുത്തൻകാവിലമ്പലമുണ്ട്. ഞാൻ പറയുന്നത്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ പായിപ്പാട് നാലുകോടി റൂട്ടിൽ വരുമ്പോൾ, നാലുകോടിയിലാണ് എൻ്റെ ഓഫീസ്. ആ നാലുകോടിയിൽ നിന്ന് രണ്ടാമത്തെ ജംഗ്ഷൻ പുത്തൻകാവിലമ്പലം. പറയുന്നത് പായിപ്പാട് പുത്തൻകാവിലമ്പലം എന്ന്. നാലുകോടി കഴിഞ്ഞ് രണ്ടാമത്തെ ജംഗ്ഷനാണ്. ആ പുത്തൻകാവിലമ്മയെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പുത്തൻകാവിലമ്മയെ കുറിച്ചാണ് പറയുന്നത്. എന്നെ ഞാനാക്കി എൻ്റെ പുത്തൻകാവിലമ്മയെ കുറിച്ചാണ് പറയുന്നത്. ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതിന് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാ വെള്ളിയാഴ്ച അമ്മയെ കാണാൻ പോകും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം പോകാൻ പറ്റിയില്ല, മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച അമ്മയെ കാണാൻ പോകും. ഇന്നും പോയി ഞായറാഴ്ച അമ്മയെ കാണാൻ. അമ്മയില്ലെങ്കിൽ ഞാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അമ്മ തന്നെയാണ്. ആ എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയെ കാണാൻ ഇംഗ്ലണ്ടിൽ നിന്നും ഒരമ്മ വന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ വന്നു, അമ്മയെ കണ്ട് തൊഴുതു. എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അമ്മയുടെ ഒരു അനുഭവം ഉണ്ടായി, അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണെന്നും പറഞ്ഞു. എനിക്കറിയാം അമ്മയെ കണ്ട് തൊഴുതാൽ ഏതൊരു കാര്യം നടന്നു കിട്ടും. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. അവരുടെയൊക്കെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, ഞാനത് നോട്ട് ചെയ്ത് വെക്കും, എഴുതി വെക്കും. എപ്പോഴും ഉണ്ട് എൻ്റെ മെസ്സേജ്. അവർ പറഞ്ഞു, ഒരു സ്വർണ്ണമാല ഒരാൾ കൊടുക്കാനുണ്ട്, അപ്പം അത് കിട്ടുന്നില്ല. പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്നു, കുളിച്ചീറനോടെ രാവിലെ. കുളിമുറി എന്നുകൊണ്ട്, അവരുടെ വീട്ടിലെ കുളിമുറി എന്നുകൊണ്ട് കുളിച്ചീറനോടെ നേർന്നു. മാല തിരിച്ചു കിട്ടി, സ്വർണ്ണമാല. എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. ഞാനത് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ നമ്പർ. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, സത്യസന്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ വേറൊരാൾ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, കുറച്ച് സ്വർണം കിട്ടാനുണ്ട്, അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ദിവസം പുത്തൻകാവിലമ്മയെ വിളിക്കുക. നമുക്കിപ്പോൾ ഒരു സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ആണെങ്കിൽ 6 നാഴി പായസം നേരണം കുളിച്ചീറനോടെ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ നേരുന്ന ഒരു പ്രാവശ്യം നേർന്നാൽ മതി. ദിവസവും കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറി എന്ന് നമ്മളവൻ മനസ്സിൽ കണ്ട് ഈ ഒരു പ്രാർത്ഥന മനസ്സുകൊണ്ട് ചെയ്യണം, എന്നും ചെയ്യണം. പിന്നെ കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. കാരണം കുളിമുറിയിലെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ. അതാ ഞാൻ പറഞ്ഞ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയും അപ്പോൾ സ്വർണ്ണമാല ഇത്ര പവൻ്റെ, അത് ഞാൻ പവനൊന്നും ഇവിടെ പറയുന്നില്ല, നല്ല ഒരു ഇത് തന്നെയാണ്. സാമാന്യം നല്ല രീതിയിലുള്ള സ്വർണം തന്നെ കിട്ടാനുണ്ട്. അപ്പം അതവർക്ക് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പുത്തൻകാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേരെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുത്തൻകാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്നു. പക്ഷെ എന്നിട്ടും ഒരു മാറ്റം, അനക്കമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അമ്മയിൽ നിങ്ങളുടെ വിശ്വാസം ശരിക്കും അമ്മയിൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് ഫലം കിട്ടാത്തത്. നിങ്ങൾ ദിവസവും അമ്മയെ വിളിക്കേ, അമ്മയെ ഉറച്ച മനസ്സോടെ വിളിക്കേ, ഉറച്ച മനസ്സോടെ കരഞ്ഞു വിളിക്കേ. നിങ്ങളുടെ വിളിയുടെ കുഴപ്പമാണ്. അപ്പോൾ ആദ്യം അവരെന്നോട് തർക്കിച്ചു, ഇല്ല ഞാൻ ശരിക്കും വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, ശരിക്കും വിളിച്ചാൽ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. കാരണം എനിക്ക് 1000കണക്കിന് 10000കണക്കിന് അനുഭവങ്ങളല്ലേ. എനിക്ക് തന്നെ എന്തോരം അനുഭവമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് അതിനെ സംശയമൊന്നുമില്ല. നമ്മൾ നിങ്ങൾ ശരിക്കും വിളിച്ചാൽ റിസൾട്ട് കിട്ടിയിരിക്കും. കാരണം ഒരുപാട് അനുഭവം. അപ്പം അവര് പിന്നീട് എന്നെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എന്നോട് പറഞ്ഞു, അങ്ങനെ വിളിച്ചപ്പോൾ ആ സ്വർണ്ണമാല കൊടുക്കാനുള്ള വ്യക്തി വന്നിട്ട് ഇന്ന ഡേറ്റിന് തരാമെന്ന് പറഞ്ഞു.
എന്നാ പിന്നെ നേരത്തെ എങ്ങനെ വിളിച്ചാൽ പോരായിരുന്നു. അമ്മ കരഞ്ഞു വിളിക്കണം, ദിവസവും വിളിക്കണം, ഉറച്ച മനസ്സോടെ വിളിക്കണം, ഉറച്ച് വിശ്വസിക്കണം, സംശയിക്കരുത്. എന്തു കാര്യവും എന്തു കാര്യവും നടന്നു കിട്ടും എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു കാര്യമില്ല. എന്തും എന്തെന്ന് പറഞ്ഞാൽ എന്തും. പക്ഷെ അതുപോലെ കരഞ്ഞു വിളിക്കണം. ദിവസം ഞാനീ പറഞ്ഞ പോലെ കുളിച്ചേറിനോട് അമ്മയെ പ്രാർത്ഥിക്കണം. നേരുന്ന ഒരു പ്രാവശ്യം നേർന്നാൽ മതി. അമ്മയെ മനസ്സു ഉറച്ചു വിശ്വസിക്കണം, സംശയമില്ലാതെ. എന്തു കാര്യവും നടന്നു കിട്ടുമെന്നുള്ളതാണ്. പിന്നെ അമ്മയ്ക്ക് ഈ കുളിച്ചീറനോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയാണ് കേട്ടോ. അമ്മ അവിടെ കേൾക്കും നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നോ അമേരിക്ക, ഇപ്പം അമ്മയുടെ ഭക്തർ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ട്. ഞാൻ വീഡിയോയിൽ കൂടി അമ്മയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. കാരണം എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിയ ജീവിതങ്ങളാണ്. അമ്മ അതുപോലെ ഇപ്പം എത്രയോ ആളുകൾ ഈ വണ്ടികൾ ധാരാളം മേടിക്കുന്നവരും അവിടെ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞ് ചെയ്ത് വണ്ടികൾ മേടിച്ചിട്ട് ആ പുത്തങ്കാലമ്പലത്തിൽ ദൂരെ നിന്നൊക്കെ എറണാകുളത്തു നിന്നൊക്കെ വന്ന് പൂജിക്കുന്നുണ്ട്. കാരണം അമ്മ കൊടുത്തതാ വലിയ വണ്ടികൾ. എത്ര ആളുകളുടെ ജീവിതമാണ് മാറുന്നത്. മക്കളൊക്കെ ഷിപ്പിൽ ജോലി കിട്ടിയവരെ, പിന്നെ അമേരിക്കയിൽ ജോലി കിട്ടിയവരെ, നല്ല ബാങ്ക് ജോലി കിട്ടിയവരെ എന്ന് വേണ്ട എത്രയോ ആളുകൾ രക്ഷപ്പെട്ടവർ എല്ലാം സാധാരണക്കാരാണ്. അപ്പം ഈ അമ്മയെ ദിവസവും കുളിച്ചേറിനോടെ, അതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല കേട്ടോ. അമ്മ എല്ലാത്തിനും അപ്പുറത്താണ്. അപ്പം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അറുനാഴി പായസമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അത് അമ്മയുടെ വലിപ്പമാണ് കേട്ടോ, അമ്മയുടെ മഹത്വമാണ്. ഞാൻ ആരുമല്ല, ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കുണ്ടായ അനുഭവം കൂടാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. കേസുകളൊക്കെ കേസിന് പന്തിരുനാഴി പായസമാണ്. പന്തിരുനാഴി പായസം. എത്രയോ ആളുകൾ കേസുകൾ വിജയിച്ചിട്ട് അവിടെ വന്ന് ചെയ്തിട്ട് അവര് എന്നെ ചിലപ്പോൾ വെള്ളിയാഴ്ച ചിലപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ പോകാൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ കയ്യിലൊക്കെ പായസം കൊടുത്തു വിട്ട ആളുകളൊക്കെ ഉണ്ട്. പന്തിരുനാഴി പായസമാണ് കേസിനും. പിന്നെ നമുക്കൊരു കാര്യത്തിന് തടസ്സം മാറാൻ അമ്മയ്ക്ക് നാരങ്ങാമാല വലിയ ഇഷ്ടമാണ്. അത് എൻ്റെ ഒരു അനുഭവം കൂടെ കേട്ടോ. ഞാനൊരിക്കൽ നാരങ്ങാമാല നേർന്ന കാര്യം നടക്കാത്ത കാര്യം നടക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ചെല്ലണോടെ അമ്മയിൽ നമ്മൾ ഉറച്ച വിശ്വാസം ആയിരിക്കണം. ഇല്ലാതൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അതുകൂടെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഓർത്തോണം. കാരണം അതാണ് അതിൻ്റെ രീതി, അതാണ് സത്യം. ആ വിളിക്കേണ്ട രീതി വിളിക്കണം, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാലും നടക്കണമെന്നില്ല. എനിക്ക് അമ്മ, ഞാൻ ജീവിതത്തിൽ വളരെ പരിശ്രമിച്ച ഒരു കാര്യം എനിക്ക് അമ്മ തന്നു. അമ്മയോട് എനിക്ക് കോടി നന്ദിയുണ്ട്, മഹത്വമുണ്ട്. അമ്മയാണെല്ലാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിലാണേലും ആ ക്ഷേത്രത്തിൽ ഒരു അത്യാവശ്യമുള്ള ഒരു സമയത്ത് നമ്മൾക്ക് പറ്റുന്ന ഒരു സഹായം ചെയ്താൽ അത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അതായത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഒരു സത്യമായ കാര്യമാണ് പറയുന്നത്, സത്യമുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഞാൻ 2 കൊല്ലം ഒരു ചെറിയ സ്ഥലം മേടിക്കാൻ വേണ്ടി നടന്നു. എൻ്റെ പൈസ കുറെ പോവുകയും ചെയ്തു, സത്യമാണ് പറയുന്നത്. പക്ഷെ എനിക്കതിലൊന്നും വിഷമമില്ല. കാരണം പോയത് പോയി. നമ്മൾ കടവും വിലയും ലോണും എല്ലാം ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് അറുനാഴിപ്പായസം നേർന്നു. ഉടനെ ഒന്നും നടന്നില്ല. എങ്കിലും ഇന്ന് ഞാൻ അമ്മയെ മനസ്സുകൊണ്ട് വിളിക്കുമായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ളവർക്കൂടെ വേണ്ടിയാണ് ഒരു ചെറിയ സ്ഥലം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരു ചെറിയ 3.5 സെന്റിനകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കുറച്ച് കടവും ലോണും എല്ലാം എടുത്ത് മേടിക്കാനാണ്. ഞാൻ അമ്മയെ 2 വർഷത്തോളം കരഞ്ഞ് മനസ്സുകൊണ്ട് വിളിച്ചു. അമ്മയുടെ തൊട്ടടുത്ത് 2 പറമ്പിനപ്പുറം തന്നെ അമ്മ എനിക്ക് തന്നു 10 സെന്റ്. 2 വർഷത്തോളം അമ്മയെ ഞാൻ ഹൃദയത്തിൽ നിന്ന് കരഞ്ഞു വിളിച്ചു. എനിക്ക് അമ്മയെ വിശ്വാസമായിരുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളും കാണാൻ പോയപ്പോഴും എൻ്റെ പൈസ കുറെ പോയി, അത് വേറെ കാര്യം, അത് പോയി. പക്ഷെ എങ്കിലും എനിക്ക് അമ്മയെ ഒരിക്കൽ പോലും ഞാൻ അവിശ്വസിച്ചില്ല. എനിക്ക് അമ്മയെ വിശ്വാസമായിരുന്നു. എനിക്ക് അമ്മ തരുമെന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞത്. പുത്തൻകാവ് നിങ്ങളുടെ അമ്മയോ? എല്ലാവരുടെ അമ്മയാണ്. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിപ്പോഴും അമ്മയുടെ അവിടെ അമ്മ പുത്തൻകാവിലമ്മയ്ക്ക് വേണ്ടി കുറെ അമ്പലത്തിലേക്ക് സ്ഥലം മേടിക്കുന്നുണ്ട്. അത് ഒരുമാതിരി ഒരു വലിയ തുകയുടെയാണ്. കാരണം അമ്പലത്തിനടുത്ത് തന്നെ വലിയ സ്ഥലമാണ്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ദൂരെ നിന്നൊക്കെ അവിടെ ആളുകൾ ധാരാളം വരുന്നുണ്ടല്ലോ. അപ്പോൾ
അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ പണിത് ആളുകൾക്ക് അവിടെ ഒരു രാത്രി തങ്ങാനോ ഒക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി മുറി പണിയാൻ വേണ്ടിയാണ്. അതൊരു അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പോഴത്തേനും ഇപ്പോഴത് അതിൻ്റെ ആധാരമൊന്നും എഴുതിയില്ല, പൈസ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നാലാകുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നാലാകുന്ന രീതിയിൽ ഒരു 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 ചെറിയ തുക, വലിയ തുകയൊന്നുമില്ല, ഞാൻ കൊണ്ട് കൊടുക്കും. ഈ പ്രാവശ്യത്തെ കൊടുക്കണം. അവിടെ ഇപ്പം അത്യാവശ്യമാണ്. കാരണം ഈ സെപ്റ്റംബറിൽ ആധാരം എഴുതണം. അപ്പം അതിന് ഇപ്പോൾ ഇത് ഓഗസ്റ്റ് തുടങ്ങി. അപ്പോൾ പൈസയ്ക്ക് വളരെ സ്ഥലം മേടിക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യത്തെ കൊടുക്കും. ഇന്ന് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് അടുത്ത വെള്ളിയാഴ്ച കൊടുക്കണം, നമ്മളാവുന്ന പോലെ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ അത്. കാരണം അവിടെ ഒരു അത്യാവശ്യമുള്ളൊരു സമയത്ത് എന്നാലാകുന്ന രീതിയിൽ അവിടുത്തെ അമ്മയ്ക്ക് ഒരു പിടി മണ്ണിന് വേണ്ടി നമ്മുടെ ഉള്ള പോലെ, ഞാൻ എൻ്റെ ഉള്ള പോലെ കൊടുക്കുന്നത്. വലിയ തുകയൊന്നുമില്ല, ചെറിയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ അത് കുറച്ച് ഞാൻ കൊടുത്തു, ഇനിയും കുറച്ച് അടുത്ത വെള്ളിയാഴ്ച ഞാൻ കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ കുറേശ്ശെ കൊണ്ട് കൊടുക്കും. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം ഒരു അത്യാവശ്യമുള്ള സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അതൊരു പ്രയോജനമായിട്ട് വരും. അപ്പം അതുമല്ല, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഒരു പിടി മണ്ണ് വാങ്ങാൻ വേണ്ടി അമ്മയ്ക്ക് നമ്മൾ കൊടുത്താൽ അമ്മ നമുക്ക് അതിൻ്റെ എല്ലാ ഇരട്ടി അമ്മ തരും. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സന്തോഷമാണ് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ. ഏത് ക്ഷേത്രം, അത് ഒരു മണ്ണിന് വേണ്ടിയാണ്. ഒരിക്കലും മണ്ണിന് ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മുടെ സ്ഥല സംബന്ധമായ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും, സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരും. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇനി എനിക്ക് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇപ്പം തന്നെ ലോണും കടമൊക്കെ, അതൊക്കെ വീഴണം. എനിക്ക് ഉറപ്പാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ചിലപ്പോൾ 3-4 വർഷം കഴിയും, ഇച്ചിരി വർഷങ്ങൾ കഴിഞ്ഞെന്നിരിക്കാം, പക്ഷെ നടക്കും, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പം ഇന്ന് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അമ്മയ്ക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പം സെപ്റ്റംബറിലേക്ക് ഇവിടെ ആധാരം എഴുതാൻ വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഞാൻ പോയപ്പോൾ ഇവിടെ കുറേ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യാതിരിക്കാം. ചെയ്താൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഏറ്റവും വലിയ പുണ്യമായിരിക്കും. പറ്റുന്ന പോലെ, ഇപ്പോൾ വലിയ തുകകളല്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അടുത്ത വെള്ളിയാഴ്ചയും കൊടുക്കണം. കുറേ കൊടുത്തു ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ടും. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട്. ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളിഷ്ടം. എനിക്ക് സത്യസന്ധമായ ഒരു അറിവ് പറഞ്ഞു തന്നതാണ്. കാരണം ഇന്ന് അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള ഒരു അറിവ് പറഞ്ഞു തന്നതാണ്. അമ്മയെക്കുറിച്ച് എൻ്റെ അനുഭവം പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം സ്ഥലം മേടിച്ചു കഴിഞ്ഞ് സെപ്റ്റംബർ ആധാരം വരും. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നതിനകത്ത് വലിയ അർത്ഥം കൊടുക്കാം. പക്ഷെ എങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് കൊടുക്കുന്നതാണ് അതിന് പൊന്നു വിലയാണ്. ഒരു 1000 രൂപ ആയിക്കോട്ടെ, 2000 രൂപ ആയിക്കോട്ടെ, പൊന്നു വിലയാണ്. എത്ര ആയിക്കോട്ടെ, ഞാൻ ചെറിയ തുകയാണ് എന്നേലുള്ള പോലെ കൊടുക്കുന്നത്. അപ്പം അത് മഹാപുണ്യമാണ്. അത് ഏത് ക്ഷേത്രത്തിലേക്കാണേലും കേട്ടോ. ഞാൻ അല്ലാതെ എന്നെ കൊണ്ടാവുന്ന പോലെ പലയിടത്തേക്കും ഞാൻ കൊടുക്കാറുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ടൊക്കെയല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഏതൊരാപത്തിൽ പോയാലും എവിടെ ഒരു പിടിവള്ളി കിട്ടും. നമ്മളിങ്ങനെ ഒക്കെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അല്ല നമ്മുടെ കഴിവോ ഒന്നുമല്ല, എല്ലാം ദേവിയാണ്, എല്ലാം അല്ലെ ഭഗവാനാണ്. ഒന്നും അല്ലെന്നേ. നമ്മുടെയൊക്കെ തോന്നല നമുക്ക് അതുണ്ട് ഇതുണ്ട്. ഈ വെളിയിലോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വന്നില്ലേ തീർന്നു. നമ്മൾക്ക് എന്നാ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ ഒരു ഈശ്വരാധീനമാണ് എല്ലാത്തിനും. ഇപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞാണ്, നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്താൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും. പിന്നെ അമ്മയെ ദിവസം കുളിച്ചേറനോടെ പ്രാർത്ഥിക്കുക കേട്ടോ, മനസ്സുകൊണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം വന്നു ചേരും. പിന്നെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പം നിങ്ങൾ അവിടെ വരണം. സൗകര്യം പോലെ മതി. പായിപ്പാട് പുത്തൻകാലമ്പലത്തിൽ വന്നു നിങ്ങൾ അമ്മയോട് ആ വഴിപാട് ചെയ്ത് നന്ദി പറയണം. അത് പറയണം കേട്ടോ. അമ്മയ്ക്ക് നന്ദി പറയണം. അതിനപ്പുറത്തൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് വരാൻ സമയമില്ല അന്ന് പറയരുത്. ആ ഒരു കാര്യം പറയരുത്. നമ്മുടെ കാര്യം നടന്നു കഴിയുമ്പോൾ സമയം പോലെ വന്ന് അമ്മയെ കണ്ട്, സമയം പോലെ മതി, കണ്ട് തൊഴുത് നന്ദി പറയണം. നിത്യവും അമ്മയെ കുളിച്ചേറിനോടെ പ്രാർത്ഥിക്കണം. നിത്യവും അമ്മയ്ക്ക് നന്ദി പറയണം. ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവ് വരത്തില്ല. മരണം വരെ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും. യാതൊരു സംശയം വേണ്ട. പിന്നെ അവിടെ കടുംബായുസവും ചെമ്പരത്തിമാലയുണ്ട്. ചെമ്പരത്തിമാലയ്ക്ക് 10 രൂപയേ ഉള്ളൂ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് ചിലയിടത്തൊക്കെ ചിലർ പറയുന്ന കേൾക്കാം ചെമ്പരത്തിമാല ഇല്ല, ചിലർ പറയും 100 രൂപയാന്നൊക്കെ. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കാം, എനിക്കറിയത്തില്ല. നമ്മളിവിടെ 10 രൂപയേ ഉള്ളൂ. ഞാൻ മിക്കവാറും ചെമ്പരത്തിമാല വെക്കാറുണ്ട്. ശത്രുദോഷത്തിന് ഇതുപോലെ നല്ലൊരു വഴിപാടില്ല. കടുംപായസവും ചെമ്പരത്തിമാലയും വെക്കുക, കടുംപായസിന്റെ രസീതും ചെമ്പരത്തിമാലയും കൂടെ. പിന്നെ കുളമുണ്ട്, അവിടെ മലരും കൊണ്ട് മീനോട്ട് നടത്തുക, പെട്ടെന്ന് ജീവിതം മാറും. അങ്ങനെ ഈ വലിയ വണ്ടികളൊക്കെ എത്ര വണ്ടികൾ എടുത്തവർ തന്നെ വണ്ടി എടുക്കുകയും ഒന്നും വേണ്ട. നിങ്ങൾ വെള്ളിയാഴ്ച അവിടെ വരികയാണെങ്കിൽ അമ്പലത്തിൽ കിടക്കുന്ന വണ്ടികൾ കാണും. എല്ലാ ദിവസവും എനിക്ക് ഉണ്ടെന്ന് അറിയത്തില്ല, അതുപോലെ വണ്ടികളാണ് കിടക്കുന്നത്. കാരണം അവിടെ വരുന്നവരെല്ലാം അതുപോലെ സമ്പന്നരായി. പിന്നെ എൻ്റെ തന്നെ എത്രയോ വീഡിയോ കാണുന്നവർ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു. അവർ തന്നെ ഒരുപാട് ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നു. ഇപ്പം ഇന്ന് അമ്മയെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. അമ്പലത്തിൽ പോയപ്പം അമ്മയുടെ നാടെ നിന്നപ്പോൾ അമ്മയെക്കുറിച്ച് തൊഴുത് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ പോലും ഞാൻ പോയി. എനിക്ക് തോന്നി അമ്മയെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് പറഞ്ഞു തരണം. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക. അപ്പം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഫോട്ടോ കാണിച്ചത്. ഇത് നിങ്ങൾക്കിപ്പം ഫോട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേണേൽ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാം ഫോട്ടോ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അമ്മയുടെ രൂപം ഉണ്ടാകും. പിന്നെ ഇവിടെ വരുമ്പോൾ ആവശ്യമുണ്ട് ഒരു ഫോട്ടോ മേടിക്കുക എന്നുള്ളതാണ്. അമ്മ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. അപ്പം ഞാൻ എത്ര പറഞ്ഞാലും അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അതുപോലെ അനുഭവങ്ങളാണ് എത്രയോ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് 1.5 ഏക്കർ സ്ഥലം വിറ്റുപോകാത്തത് അമ്മയ്ക്ക് അറുനാഴി പായസം ചെയ്ത് വിറ്റുപോയി. ഞാൻ വീഡിയോക്ക് അത് പറഞ്ഞ അവര് എന്നെ കാണാൻ വന്നു. എന്നെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. എന്തൊരു സന്തോഷമാണ്. ചെറിയ കാര്യങ്ങളാണോ? എത്രയോ അനുഭവം. ആ സന്തോഷമാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേർന്ന ഉറ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഉറച്ച് വിശ്വസിക്കണം, കരഞ്ഞ് വിശ്വസിക്കണം, ഒരു തവണ നേരുക, നിത്യ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ 2 കൊല്ലം അമ്മയെ വിളിച്ച്. അതെപ്പോഴാണ് എനിക്കൊരു ഭൂമി തന്നത്. പിന്നെ ചിലർക്ക് പെട്ടെന്ന് കൊടുക്കും. അത് അവരുടെ അതുപോലുള്ള പ്രാർത്ഥന കൊണ്ടാണ്. അല്ല വിളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുപോലെ വിശ്വസിച്ച് വിളിക്കണം. അങ്ങനെ വിളിച്ചവരെല്ലാം രക്ഷപ്പെട്ടു പോകും. പുത്തങ്കാലമ്മ ഭദ്രകാളിയാണ് കേട്ടോ. പക്ഷെ ആ ക്ഷേത്രത്തിൽ വന്നാൽ ഭയങ്കര ചൈതന്യമാണ്, ഭയങ്കര ശക്തിയാണ് അമ്മയ്ക്ക്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അമ്മ പുത്തങ്കാവലമ്മയെ കാണാൻ വന്നു. എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ തന്നെ കസ്റ്റമറാണ്. തിരിച്ചു പോയപ്പം എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ശക്തി. അവർ അത് അനുഭവമായി, അവർക്ക് അനുഭവം ഉണ്ടായി. അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല, അവരുടെ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. അവരെന്തിനാണോ വന്നത് അതിൽ ഒരു കാര്യം അപ്പം തന്നെ സാധിച്ചു കിട്ടി. നമ്മളിപ്പം മലപ്പുറത്തു നിന്നോ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആളുകളാണെങ്കിൽ പറയാം, സാറേ ഞങ്ങൾക്ക് വലിയ ദൂരമാണ്. ഇംഗ്ലണ്ടിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ നമ്മുടെ വീഡിയോ കണ്ട് ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് എത്രയോ ബുദ്ധിമുട്ടിയാണ് അമ്മയെ വന്ന് കാണുന്നത്. പിന്നെ മലപ്പുറത്തു നിന്നൊക്കെ വരുന്ന കുറേ നല്ല ആളുകളുണ്ട് കേട്ടോ, ഒരുപാട്. അവരുടെ എല്ലാ മക്കളെല്ലാം രക്ഷപ്പെട്ടു. എല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ എല്ലാം രക്ഷപ്പെട്ടു. എല്ലാം നല്ല നിലയിലാണ് ഇവിടെ വന്ന്. ചിലപ്പോൾ അമ്മയെ കാണാൻ വരുമ്പോൾ വെള്ളിയാഴ്ച ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ തൊട്ട് 10 മണി തൊട്ട് ഉച്ച വരെ ഇവിടെ ഉണ്ട്, 1 മണി വരെ ഉണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അമ്മയെ കാണാൻ വരുന്നവർ മിക്കവാറും എന്നെ ഇവിടെ കാണാൻ വരും. ഇപ്പം ഈ പ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് വന്നവർ, അവിടെയാണ് താമസിക്കുന്നത്. മലയാളിയാണ്, നാട്ടിൽ വീടൊക്കെ ഉണ്ട്, പക്ഷെ ഹൈദരാബാദിൽ അവർ താമസിക്കുന്നത്. അമ്മ എനിക്ക് കൊണ്ട് തന്നതാണ് മുരുകൻ്റെ ആണ്ടിപ്പണ്ടാരം. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് മുരുകനെ, ഭഗവാന്റെ. എനിക്ക് എന്നെക്കാട്ടി ഇഷ്ടമാണ് മുരുകനെ. അപ്പോൾ മുരുകൻ്റെ ഈ ആണ്ടിപ്പണ്ടാരം എനിക്ക് തന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹൈദരാബാദിൽ നിന്ന് അമ്മ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കുറേ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തി. ഇത് പളനിയിൽ നിന്നാണ് തോന്നുന്നു മേടിച്ചത്. എന്നോട് അങ്ങനെ പറഞ്ഞു. എനിക്ക് അത് മേടിച്ചപ്പം തന്നെ എൻ്റെ കാര്യം ഓർത്തെന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇതെല്ലാം ദൈവികമായ നല്ല കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു വീഡിയോയിൽ ഏറ്റുമാനൂരപ്പനെ കുറിച്ച് വീഡിയോ ഒക്കെ 1-2 വീഡിയോ ആയി. ഏറ്റുമാനൂരപ്പനെ കുറിച്ച് ചെയ്തു. ഏറ്റുമാനൂരപ്പനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കിട്ടാക്കടം കിട്ടാൻ വേണ്ടി ഏറ്റുമാനൂരപ്പന് കെടാവിളക്കില് ഈ എണ്ണ നേർന്നാൽ മതി. ഒരു കുട എണ്ണ എന്ന് കുളിച്ചീറനോടെ നേരുക. വസ്ത്രം കൊടുത്തോണ്ട് രാവിലെ, ശനിയാഴ്ച രാവിലെ ഒരു വെള്ള വസ്ത്രം കൊടുത്ത് കുളിച്ചീറനോടെ ഒരു കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം. കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. കുളിമുറിയിൽ നിന്ന് കുളിച്ചീറനോടെ വെള്ള വസ്ത്രം കൊടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്
പൈസ ഇപ്പം നമ്മുടെ കിട്ടാക്കടം മേടിച്ചു തരണം എന്ന് പറഞ്ഞ ഏറ്റുമാനൂരപ്പന് ഒരു കുട എണ്ണ കടാവിളക്ക് നേരുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടമെന്നേ പറയാവുള്ളൂ, പക്ഷെ അവിടെ വെച്ചിരിക്കുന്ന പാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടമെന്നേ പറയാവുള്ളൂ. എന്നിട്ട് ഏറ്റുമാനൂരപ്പന് പോയി അതങ്ങ് ചെയ്യണം ഒരു ശനിയാഴ്ച. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് അപ്പനെ പൈസ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, വിശ്വാസത്തോടെ ചെയ്താൽ. പിന്നെ ദിവസം ഏറ്റുമാനൂരപ്പനെ വിളിക്കണം, ഒന്ന് സ്മരിച്ച് അപ്പനെ എന്നും അപ്പനോട് കാര്യം ഒന്ന് പറയണം. ഈ കുളി കഴിഞ്ഞാൽ ഉടനെ നേരെ 100 പ്രാവശ്യം നേർന്നാൽ മതി. അപ്പം ഞാൻ അങ്ങനെ വീഡിയോക്കകത്ത് പറഞ്ഞ് ആ വീഡിയോ കേട്ട് ഒരാള് വീഡിയോ കേട്ടങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പം പുള്ളിയുടെ മനസ്സ് മുഴുവൻ ഏറ്റുമാനൂരായത്. നേർന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പുള്ളിയുടെ വാട്സപ്പിനകത്ത് ഇന്ന് പറഞ്ഞ അനുഭവം അത് കിടപ്പുണ്ട്, അതെല്ലാം ഞാൻ എഴുതി വെക്കും, നമ്പറെല്ലാം ഉണ്ട്, വെറുതെ ഒരു കാര്യം പറയത്തില്ല. വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു, ഏറ്റുമാനൂരപ്പനെ കേട്ടോണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം വർഷങ്ങളായിട്ട് അദ്ദേഹം മറന്നുപോയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്ന 5000 രൂപ ഒരാൾ രാവിലെ വന്ന്, ഇത് നിങ്ങളെ ഞാൻ മേടിച്ചതാണ്, തരാനുള്ളതാണ്, 5000 രൂപ കൊടുത്തു. പുള്ളി ഞെട്ടിപ്പോയി. കാരണം മനസ്സ് ഏറ്റുമാനൂരപ്പനും ചെന്നു. വർഷങ്ങളായിട്ട് പുള്ളി പോലും മറന്നുപോയ പൈസ 1 രൂപയ്ക്ക് വരെ വിലയുണ്ട്. അതെപ്പോഴും ഓർത്തോണം കേട്ടോ, 1 രൂപയ്ക്ക് വരെ വിലയുണ്ട്. 5000 രൂപ അത് സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന് കൊടുത്തു, ഇത് ഞാൻ നിങ്ങളുടെയൊക്കെ തരാനുള്ള പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്ത് നോക്കി ഏറ്റുമാനൂരപ്പൻ്റെ ശക്തി. പക്ഷെ ആ വീഡിയോ ഒക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ കാണാറില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് കാണുന്ന ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം. ഞാനിതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഏറ്റുമാനൂരപ്പൻ്റെ അനുഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് അതിശയമായി പോയെന്ന് പറഞ്ഞു. കാരണം ഏറ്റുമാനൂരപ്പൻ എന്തും പിടിച്ചു മേടിക്കും ഭഗവാൻ, ന്യായമായിട്ടുള്ളത്. നമ്മൾ ഭഗവാനോട് പറയണം, എനിക്ക് മേടിച്ചു തരണം, ഭഗവാനെ അത് പറ്റും. അതുപോലെയാണ് പായിപ്പാട് പുത്തങ്കാവിലമ്മയ്ക്കും കേട്ടോ, അത് ഓർത്തോണം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള പോലെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നന്മയുള്ള കാര്യങ്ങളാണ്, ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പുത്തങ്കാവിലമ്മയെ അറിയട്ടെ, ഏറ്റുമാനൂരപ്പനെ അറിയട്ടെ. ഇനി ഒന്നുകൂടെ ഞാൻ അമ്മയുടെ ഒന്ന് ഫോട്ടോ കാണിച്ചേക്കാം, ഒരു സന്തോഷം, എന്നിട്ട് വീഡിയോ നിർത്തിയേക്കാം. അമ്മ ഭദ്രകാളിയാണ്. അമ്മയ്ക്ക് അമ്മ നടത്താത്ത ഒരു കാര്യങ്ങളുമില്ല. അമ്മയെ വിശ്വസിച്ചാൽ, ഉറച്ചു വിശ്വസിച്ചാൽ കരഞ്ഞു വിളിക്കണം. അമ്മയാണല്ല. അപ്പം ഞാൻ അമ്മയെക്കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത്. നിങ്ങൾക്ക് അമ്മയെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് എൻ്റെ വീഡിയോ കാണുന്നവരാണേലും നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയെ വിളിക്കാം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ അമ്മയെ ഒന്ന് കാണുക. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അമ്മയോട് നന്ദി പറയുക. നിങ്ങൾ വല്ല വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അറുനാഴി പായസമാണ്. പിന്നെ കേസ് കാര്യത്തിനൊക്കെയാണ് പന്തിരുന്നാഴി പായസം. അതാണ് ഒന്നുകൂടെ ഓർപ്പിച്ചതേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. നാരങ്ങാമാല ശത്രുദോഷം മാറാൻ ഏറ്റവും നല്ലതാണ്. അമ്മയ്ക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി.